ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാറിലെ വിശേഷങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ പർവ്വത പ്രദേശമാണ് മൂന്നാർ. എത്ര പോയാലും മതി വരാത്ത പ്രകൃതിയുടെ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന സ്ഥലം. എവിടെ നോക്കിയാലും പച്ചപ്പ് തുളുമ്പി നിൽക്കുന്നു, അതിനൊപ്പം മനസ്സ് കുളിരുന്ന തണുപ്പും. മൂന്നാറിന്റെ സൗന്ദര്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അവിടെ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. അത്രക്ക് മനോഹരമായിട്ടാണ് ആ തേയിലത്തോട്ടങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും കണ്ണൊരു പ്രാവശ്യമെങ്കിലും അവിടെ എത്തുമെന്നുള്ളത് തീർച്ചയാണ്. ഈ കാണുന്നത് യൂക്കാലിപ്സ് മരങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് അത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. കുണ്ടള ഡാമും മാട്ടുപ്പെട്ടിയൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു മൈതാനത്താണ് ആനകളെല്ലാം വന്ന് മെയ്യുന്നത്. ഇപ്പം ആനകളില്ല, ചില ടൈമുകളിൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റോട് കൂടിയൊരു കാലാവസ്ഥയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവിടെ കുറച്ചേരൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി കയറിയിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വട്ടവടയിലെത്തിയത്. പിന്നെ ഈ സ്ഥലത്തൊക്കെ കാട്ടുപോത്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കുറേ നേരം പതുക്കെയാണ് പോയത്, കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ കാട്ടുപോത്തിനൊന്നും കണ്ടില്ല. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ച ശേഷം വട്ടവടയിൽ എത്തിയിരിക്കുകയാണ്. മൂന്നാറിന്റെ പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തഴച്ചു വളരുന്ന പച്ചക്കറി കൃഷിയിടങ്ങളാണ് വട്ടവടയുടെ പ്രധാന ആകർഷണങ്ങൾ. മൂന്നാറിൽ നിന്നും 45 കിലോമീറ്റർ അകലെയായിട്ടാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. തമിഴും മലയാളവും കലർന്ന ഒരു ആദിവാസി ഗ്രാമമാണ് വട്ടവട. ഇവിടെ താമസിക്കുന്നവർ സീസൺ അനുസരിച്ച് വർഷം മുഴുവനും വിവിധ കാർഷിക വിളകളാണ് കൃഷി ചെയ്യുന്നത്. വർഷം മുഴുവനും സുഖകരമായിട്ടുള്ള കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് വട്ടവട. അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ ഒഴുക്കിനും ഒരു കുറവും വന്നിട്ടില്ല. ഏറ്റവും ടോപ്പിൽ നിന്നുമുള്ള മൂന്നാറിന്റെ രാത്രികാല കാഴ്ചകളാണ് കാണുന്നത്. ആ കാണുന്നതാണ് മൂന്നാർ ടൗൺ. അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മിസ്റ്റി ഹൈറ്റി എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അവിടുത്തെ രാവിലത്തെ കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം ഒരു 6 മണിയെങ്കിലും ആയിട്ടുണ്ടാകും. ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് മലയുടെ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മലനിരകളെ ഇത്ര ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. ആ സൈഡിലുള്ള മലമുകളിലൊക്കെ കാണുന്നത് വൈറ്റ് പെയിന്റ് അടിച്ചത് ഇതുപോലത്തുള്ള റിസോർട്ടുകൾ തന്നെയാണ്. തിരകളുടെ മറവിൽ നിന്നും ചെമ്പരി ആട്ടിൻകൂട്ടങ്ങളെ പോലെയാണ് കോടമഞ്ഞ് ഉയർന്നു വരുന്നത്. മഞ്ഞിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന കുന്നുകളും തേയിലത്തളിരുകൾ പ്രതിഫലിക്കുന്ന സൂര്യരശ്മികളുടെ സുവർണ കാന്തിയുമേന്തി ഒരു ചൂട് ചായ ഇവിടെ നിന്ന് കുടിക്കുന്ന ഫീല് അതൊന്നും തന്നെ പറയാനില്ല. അത്രക്ക് നല്ല മനോഹരമാണ്. ഇപ്പൊ നിൽക്കുന്നത് പെരിയകാഞ്ഞാൽ വ്യൂ പോയിന്റിലാണ് കേട്ടോ. തേയിലത്തോട്ടങ്ങളും മലകളും പുഴകളും എല്ലാം ആയിട്ട് നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് ഇവിടെ. പിന്നെ ഈ റോട്ടിൽ കൂടെയാണ് നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയത്. ഈ തേയിലത്തോട്ടങ്ങളുടെ മുകളിലായിട്ട് ഇതുപോലെ റിസോർട്ടുകളൊക്കെ കാണാം. ഇതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. അവിടെ അറ്റത്തായിട്ടൊരു പാറ കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ആ പാറ കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള ഉരുൾപൊട്ടലിൽ വന്ന് തങ്ങി നിൽക്കുന്ന പാറയാണത്. പിന്നെ ഈ റൂട്ട് എന്ന് പറയുന്നത് തേനി മധുര റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേനി മധുര റൂട്ടിലോട്ട് കയറാം.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ചിറങ്ങി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മൂന്നാർ ടൗണിലാണ്. ആ കാണുന്ന പമ്പില്ലേ, അതിൻ്റെ തൊട്ടടുത്തൊരു ഷീറ്റ് ഇട്ട ഒരു ബിൽഡിങ് കാണുന്നില്ലേ, അവിടെയാണ് 100 രൂപക്കൊക്കെ കിട്ടുന്ന ഈ റൂംസ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. ആ മലമുകളിന്റെ താഴെയായിട്ടൊരു പ്ലേ ഗ്രൗണ്ട് കാണാം. ഈവനിങ് ആയതുകൊണ്ട് എല്ലാവരും അവിടെ വന്ന് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക്